ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു പ്രാക്ടീസാണ്. നിങ്ങൾക്കറിയാം, അഫർമേഷനും സ്വിച്ച് വേർഡ്സും തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്, നിങ്ങളുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം. വിശ്വാസവും ക്ഷമയും ഉണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. ആ പറഞ്ഞ രണ്ട് കാര്യങ്ങളും, വിശ്വാസവും ക്ഷമയും, എപ്പോഴും മുറുകെ പിടിച്ചു മുന്നോട്ട് പോവുക കേട്ടോ. ഒപ്പം നമ്മുടെ കർമ്മങ്ങളും ചെയ്യുക. വെറുതെ പ്രാക്ടീസ് മാത്രം ചെയ്തത് കൊണ്ടായില്ല, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളും കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അഫർമേഷനും സ്വിച്ച് ബോർഡും ആണ്. ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് നമ്മളിലേക്ക് പണത്തെ ആകർഷിക്കേണ്ടത് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അല്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോയപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ചാനലിൽ നിങ്ങൾ എല്ലാ പേരും നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങൾ കൂടെ ഉണ്ടാകുന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. വിശ്വാസത്തോടു കൂടി പ്രാക്ടീസുകളൊക്കെ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വേഗത്തിലും എളുപ്പത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഞാൻ പറഞ്ഞു തരാം. അതിനു മുൻപ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. വെറുതെ അഫർമേഷൻ എഴുതുന്നു, സ്വിച്ച് ബോർഡ് എഴുതുന്നു എന്നതിലുപരി ഞാൻ എന്തിനാണ് ഈ സ്വിച്ച് ബോർഡ് എഴുതുന്നത്, എന്താണ് എൻ്റെ ആവശ്യം, ഒരു തെളിഞ്ഞ ഒരു മനസ്സ് വേണം. ആ ഒരു ആഗ്രഹത്തെ ചൊല്ലി അല്ലെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ട് എല്ലാ മാസവും ഇത്ര രൂപ എൻ്റെ വരുമാനമായിട്ട് ലഭിക്കണം, ഇത്ര രൂപ എനിക്ക് വരുമാനം ലഭിക്കണം എന്നതാണ്. ആ ഒരു തെളിഞ്ഞ മനസ്സോടു കൂടിയാണ് നമ്മൾ ആ ആഗ്രഹം എഴുതി തയ്യാറാക്കുന്നത്. എൻ്റെ പ്രതിമാസ വരുമാനം ഇത്ര രൂപയായി എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹം ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നു. ഇപ്പം നിങ്ങളുടെ ആഗ്രഹം, എൻ്റെ പ്രതിമാസ വരുമാനം 30,000 രൂപയായി എന്ന് എഴുതാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം. അയ്യോ, എനിക്ക് ഈ ജോലിയിൽ ഇപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ വരുമാനം, ഞാനിതെങ്ങനെ ചിന്തിക്കുക? അങ്ങനെ വഴികളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മളത് എഴുതാനൊന്ന് പകച്ചു പോകുന്നത്. അവിടെ നമ്മുടെ മാനിഫെസ്റ്റേഷന് തടസ്സമാണ്. കാരണം വഴികളെക്കുറിച്ച് ചിന്തിക്കാനിരുന്നാൽ നമുക്ക് ഈ ഭൂമിയിൽ ഓരോ ആഗ്രഹങ്ങളും വേണമെന്ന് പ്രാർത്ഥിക്കാനുള്ള ധൈര്യം വരില്ല. വഴികളെ നിങ്ങൾ മറന്നേക്കുക. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. പക്ഷേ അഫർമേഷനും സ്വിച്ച് ബോർഡുകളും വിശ്വാസത്തോടു കൂടി തെളിഞ്ഞ, അതായത് ഒരു ക്ലാരിറ്റി വേണം നമ്മൾ അഫർമേഷൻ എഴുതുന്നതിൽ. ഇപ്പം നിങ്ങളുടെ കുടുംബ ബന്ധം, ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതിന് നന്ദി എന്ന് എഴുതാനുള്ള ധൈര്യം കാണിക്കണം. ഇന്ന് രാവിലെയും വഴക്കിട്ടിട്ട് പോയല്ലോ, ഇത് എഴുതിയാൽ ശരിയാകുമോ എന്നൊരു സംശയം വന്നാൽ അവിടെ വഴിയെ നിങ്ങൾ അടച്ചു വെക്കുകയാണ്. അപ്പോൾ വഴികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് എങ്ങനെ എന്നിലേക്ക് വരും എന്ന് ആ ഒരു ചോദ്യം മനസ്സിൽ നിന്ന് പാടെ മാറ്റിയേക്കുക. അത് നടക്കും. ഇതൊരു വിശ്വാസത്തിൽ നിങ്ങളിത് ചെയ്യുക. ഈ പ്രാക്ടീസും അതുപോലെ തന്നെയാണ്. പണം നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്, നിലവിൽ ഒരു വഴിയും ഇല്ലല്ലോ, എത്ര പേരോട് ചോദിച്ചു ആരും തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേ ക്യാൻസൽ പറഞ്ഞ് നിർത്തുക. ഞാൻ വഴിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ കൂടെ ആ ആവശ്യത്തിനുള്ള പണം എൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള പരിപൂർണ വിശ്വാസത്തിൽ, നിങ്ങളുടെ ചിന്തകളെയും ഈശ്വരനിലുമുള്ള പരിപൂർണ വിശ്വാസം, അങ്ങനെ പറയാം. ഓക്കെ, ആ വിശ്വാസത്തിൽ നിങ്ങൾ ഈ അഫർമേഷൻ എഴുതാൻ ശ്രമിക്കുക. എഴുതുന്നതിന് തൊട്ട് മുൻപ്, ഇതൊരു ഉദാഹരണമാണ്. നിങ്ങൾക്കൊരാൾക്ക് ഒരു 50,000 രൂപ കൊടുക്കാനുണ്ട്. നിങ്ങളൊന്ന് ശാന്തമായിട്ടിരിക്കുക. 2-3 തവണ ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് കൊടുക്കുക. സമാധാനമായിട്ടിരുന്നിട്ട് ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങൾ ആ വ്യക്തിയുടെ വീട്ടിൽ ക്യാഷായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ആ വീട്ടിൽ പോകുന്നു, നിങ്ങൾ സംസാരിക്കുന്നു, സന്തോഷത്തോടു കൂടി ആ പൈസ ആളുടെ കയ്യിൽ കൊടുക്കുന്നു, അവരും ആ സന്തോഷത്തോടു കൂടി അത് വാങ്ങുന്നു, സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് യാത്ര പറഞ്ഞു വീട്ടിലേക്ക് വരുന്നു. ഇതൊരു വിഷ്വലൈസേഷനായിട്ട് കൊടുക്കുക. അതല്ല നിങ്ങൾ ഗൂഗിൾ പേ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ വിളിക്കുന്നു. ശരി, ഞാൻ ഇന്നലെ കാശ് അയക്കാമെന്ന് പറഞ്ഞത്, ഞാൻ അയച്ചേക്കട്ടെ, ഗൂഗിൾ പേ നമ്പർ പറയൂ. ഇങ്ങനെ നിങ്ങളത് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളായിട്ട് സംസാരിക്കില്ലേ, അതൊക്കെ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്ത് നിങ്ങൾ ആളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നു. ആൾ വിളിച്ചിട്ട് വളരെ സന്തോഷം അറിയിക്കുന്നു. നിങ്ങളും സ്വസ്ഥതയോടെ സമാധാനത്തോടു കൂടി ഇരിക്കുന്നു. ആ ഒരു മനസ്സ് നമുക്കറിയാലോ. ഒരുപാട് ടെൻഷനായിട്ട് ഇരുന്നിട്ടായിരിക്കും നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനെയൊക്കെ
മറന്നിട്ട് പകരം കൊടുത്തു കഴിഞ്ഞ ഒരാളുടെ ഫ്രീക്വൻസിയിലേക്ക് എത്തണമെങ്കിൽ ഇത്രയും ഒരു രംഗം അവിടെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയി അവസാനം സമാധാനമായിട്ട് വന്നിരിക്കുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾ ആ കൊടുത്തു കഴിഞ്ഞ ഒരാളായിട്ട് മാറും. അത് നിങ്ങളുടെ മനസ്സിൽ ജനിച്ചു കഴിഞ്ഞു. ഇനി അത് ഫിസിക്കൽ അതായത് അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ലോകത്ത് വരണം. അതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷനാകുക. നിങ്ങൾക്കപ്പോൾ മനസ്സിൽ തോന്നും ഇന്ന വ്യക്തിയോട് ചോദിക്കാം, അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാശ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ചോദിക്കാം, ചിലപ്പോൾ ഇന്ന ആളോട് ചോദിക്കാം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയെന്ന് വരാം. വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കർമ്മം ചെയ്ത് മുന്നോട്ട് പോവുക. ഒരിക്കലും എന്ത് സംഭവിക്കും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. അതും ഒരു വിഷ്വലൈസേഷനാണ്. അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം കണ്ട് മുന്നോട്ട് പോവുക. എന്നാൽ മാത്രമേ ഈ നിമിഷത്തിൽ സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പറ്റുള്ളൂ. മറ്റേത് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പേടിച്ചിരിക്കുമ്പോൾ ദൈവം തന്ന ഈ നിമിഷത്തെ പോലും എങ്ങനെയെങ്കിലും വെറുതെ പാഴാക്കി കളയുന്ന ഒരു ജീവിതമായിപ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. ഈശ്വരൻ തരുന്ന ദാനമാണ് ഓരോ ദിവസവും. നമ്മളെ കൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവരും നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ അവരെ സ്വാധീനിക്കുന്നു. കുഞ്ഞുങ്ങൾ, അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ വൈഫ്, അല്ലെങ്കിൽ ഹസ്ബൻഡ്, ഇതെല്ലാം നമ്മുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുമ്പോൾ അവരെ അത് വളരെ വിഷമിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു വഴി കാണിച്ചു തരും ഈശ്വരൻ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇത് വരാൻ എന്തെങ്കിലും മാർഗമുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ തെളിയും ഒരു മാർഗം. അല്ലെങ്കിൽ ആ പൈസ തരാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളുടെ കൺമുന്നിൽ എത്തിച്ചേരും. ഓക്കെ, വിഷമിക്കരുത്. വിഷമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാഹചര്യത്തെ അതിജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ വിശ്വാസത്തോടു കൂടി ഇരുന്നാൽ ഒരു വഴി തീർച്ചയായിട്ടും മുന്നിലുണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളുടെ എല്ലാ പേരുടെയും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിശ്വാസവും ക്ഷമയും കൈ മുതലാക്കി വച്ചേക്കുക കേട്ടോ. ശരി, നമുക്ക് പ്രാക്ടീസിലേക്ക് വരാം. 3 അഫർമേഷൻ പറയാം. നിങ്ങൾക്കറിയുന്ന അഫർമേഷൻസ് ആയിരിക്കാം. I attract money every day. I attract money every day. Second, money constantly flows into my life. Money constantly flows into my life. Money comes to me easily and effortlessly. Money comes to me easily and effortlessly. ഈ 3 അഫർമേഷനും മതി. ഓക്കെ, ഒരുപാട് വേണ്ട. ഇതിൽ ഓരോ അഫർമേഷനും വിശ്വാസത്തോടു കൂടി 11 തവണ എഴുതുക. ഓക്കെ, ഓരോ അഫർമേഷനും 11 തവണ എഴുതുക. അത് എഴുതി തീരുന്നത് വരെയും നിങ്ങൾ പണത്തെ ഓർത്ത് സന്തോഷിക്കുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. മനസ്സിൽ ഒരിക്കലും ഇല്ലായ്മയുടെ ഒരു ഭാവം വരരുത്. അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് ഈ അഫർമേഷൻസ് എഴുതുക. ഇനി ഒരു സ്വിച്ച് വേർഡ് കൂടെ പറഞ്ഞു തരാം. സ്വിച്ച് വേർഡ് ഇതാണ്: സഡൻലി 520 കൗണ്ട്. സഡൻലി 520 കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ച് വേർഡ്. ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ഒരു 28 ടൈംസ് എഴുതുക. 28 ടൈംസ് എഴുതുക കേട്ടോ. അതും വിശ്വാസത്തിൽ. ഈ സ്വിച്ച് വേർഡ് എഴുതുന്നതിന് തൊട്ട് മുൻപ് എന്താണോ നിങ്ങളുടെ ആവശ്യം അതിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് അത് നേടിക്കഴിഞ്ഞ ഒരു സന്തോഷത്തോടു കൂടി ഇതും എഴുതാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും ഒരു നിഷ്ഠയോടുകൂടി നിങ്ങൾ ഈ പ്രാക്ടീസ് മുന്നോട്ട് ചെയ്തുകൊണ്ട് പൊക്കോളൂ. ഞാൻ ദിവസം പറയുന്നില്ല, ഇത്ര ദിവസം എന്ന് പറയുന്നില്ല. നിങ്ങളുടെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇത് മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകും. എപ്പോഴാണോ നിങ്ങളുടെ ആവശ്യം നടക്കുന്നത് അന്നേരം ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. കുറേ ഗ്രാറ്റിറ്റ്യൂഡ് ആ ബുക്കിൽ അല്ലെങ്കിൽ ആ പേപ്പറിൽ എഴുതണം. കാരണം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആവശ്യം ഈശ്വരൻ നടത്തി തന്ന മാനിഫെസ്റ്റ് ആയതിന് കുറേ ഗ്രാറ്റിറ്റ്യൂഡ് അതിൽ താങ്ക് യു യൂണിവേഴ്സ് എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതിയിട്ട് നിങ്ങൾക്ക് ആ പേപ്പർ പിന്നീട് കത്തിച്ചു കളയോ മണ്ണിൽ കുഴിച്ചിടുകയോ വെള്ളത്തിൽ ഒഴുക്കിക്കളയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ഇത് ആഗ്രഹം നടക്കുന്നത് വരെയും നിങ്ങളിത് ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രാക്ടീസുകൾ ഞാനത് ചെയ്തു എനിക്ക് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുന്നതിനേക്കാളും റിസൾട്ടിനോട് പരിപൂർണ വിശ്വാസത്തോടു കൂടി ഈ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോയി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലുള്ള മണിയുടെ പ്രാക്ടീസുകൾ പറഞ്ഞു തരാം. ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തുകൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏതെങ്കിലും ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്.
വോയിസ് മെസ്സേജ് അയക്കുക കേട്ടോ. ഞാൻ 21 ഡേയ്സ് ക്ലാസ് നെക്സ്റ്റ് മന്ത് ഈ മന്ത് തന്നെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പേഴ്സണൽ സിറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ്റെ തന്നെ പേഴ്സണൽ സിറ്റിംഗ് ഉണ്ട്. 2 ഡേയ്സ് ക്ലാസ് ആണ് അതുകൊണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് ക്ലാസ്സുകളുണ്ട്. ലൈവ് ക്ലാസ് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വോയിസ് റെക്കോർഡുകളായിട്ട് വരുന്ന വാട്സപ്പ് ക്ലാസ്സുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വോയിസ് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. ഇതിൻ്റെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ. ഓക്കെ, എല്ലാവരുടെ ജീവിതത്തിൽ സമ്പത്ത് സമൃദ്ധിയും സകല സൗഭാഗ്യങ്ങളും എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾക്ക് വേഗത്തിൽ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കട്ടെ. സമാധാനവും സന്തോഷവും എപ്പോഴും നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.